ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഹാർദവമായ സ്നേഹാവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ചില നാളുകൾക്ക് ശേഷം പിന്നെയും ഞങ്ങൾക്ക് ദേശത്ത് കടന്നു വരുവാനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സത്യസുവിശേഷത്തെ നിങ്ങളോട് പ്രസ്താവിക്കുവാനും ഒരവസരം കൂടി ലഭിച്ചതോർത്ത് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുകയാണ്. കാരണം കഴിഞ്ഞ ചില നാളുകൾ നാം ഈ ലോകത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ ഒട്ടനവധി മനുഷ്യർ പ്രതീക്ഷയോടെയും പ്രത്യാശയോടും കൂടെ ജീവിച്ച മനുഷ്യർ ഒരൊറ്റ രാത്രി കൊണ്ട് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട ഒട്ടനവധി സംഭവങ്ങളും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന പ്രകൃതിക്ഷോഭങ്ങളുമൊക്കെ നാം ഓരോരുത്തരും കണ്ടവരാണ്. എന്നാൽ അവിടെയെല്ലാം നമുക്കിതുവരെയും ജീവിക്കാൻ ആവശ്യമായ എല്ലാ നിലകളിലുമുള്ള നാം ആഗ്രഹിക്കുന്ന തരത്തിൽ നമുക്ക് ജീവൻ നൽകി നമ്മെ ജീവിക്കാൻ സഹായിച്ച സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ വിധിയെന്നും മറ്റു തരത്തിലുമൊക്കെ പറഞ്ഞു തള്ളുന്ന ഈ സംഭവം, ഒരു മനുഷ്യൻ എപ്പോൾ മരിക്കണം, ഏത് സമയത്ത് മരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവ് മനുഷ്യന് ലഭിക്കാതിരിക്കുമ്പോൾ, ഒരു മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ചും ഒരു മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ചും വ്യക്തമായ അറിവ് അവന്റെ സൃഷ്ടിതാവായ ദൈവത്തിനുണ്ട് എന്നുള്ളത് വളരെ പരമപ്രധാനമായ വിഷയമാണ്. അപ്പോൾ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ ദൈവത്തിൻ്റെതാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നു. അത് അങ്ങനെ തന്നെയാണ്. ആപത്തുകളും അനർത്ഥങ്ങളും ഒക്കെ മനുഷ്യനെ വേട്ടയാടുമ്പോൾ അവിടെ നിന്നെല്ലാം മനുഷ്യനെ രക്ഷിച്ചു കൊണ്ടുവരുന്ന ഒരു അദൃശ്യ കരത്തെയാണ് നാം ദൈവമെന്ന് പറയുന്നത്. പലപ്പോഴും മരണത്തെ മുഖാമുഖമായി കണ്ട എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അവിടെ നിന്നെല്ലാം നാം അത്ഭുതകരമായി തലനാരിലേക്ക് രക്ഷപ്പെട്ട സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നാം അതൊക്കെ കാണുകയും കേൾക്കുകയും പിന്നത്തെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അത്ഭുതത്തോടുകൂടെ നോക്കിക്കാണാറുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നു, നമ്മെ വീണ്ടെടുക്കുന്നു എന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, അതിന്റെ പിന്നിൽ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ ദൈവത്തിന് നമ്മെ എന്നുള്ളതിനെ കുറിച്ചാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നമ്മെ രക്ഷിച്ചു കൊണ്ടുവന്ന ദൈവം, നമ്മെ വീണ്ടും ജീവനോടുകൂടെ നമ്മെ കാക്കുന്ന ദൈവം, നാം ആ ദൈവത്തെ തിരിച്ചറിയുവാനും സൃഷ്ടിതാവിനെ തിരിച്ചറിയുവാനും നമ്മെ രക്ഷിച്ച നമ്മെ വിടുവിക്കുന്ന വിധങ്ങളെ ഓർത്തും ആ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാനും നമുക്ക് കഴിയണം. എന്നാൽ മനുഷ്യൻ ദൈവത്തോടും മനുഷ്യരോടും നന്ദിയില്ലാത്തവരായി കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അവൻ സ്വസ്നേഹിയായി മാറുന്നു, അവൻ സ്വാർത്ഥനായി മാറുന്നു, അവൻ അവന്റെ കാര്യാദികളിൽ വാചാലനാകുന്നു, അവന്റെ നിലനിൽപ്പിന് വേണ്ടി അവൻ എന്തും ചെയ്യുന്നു. അത് ദൈവമുണ്ടോ എന്ന് വരെ ചോദിക്കുന്ന, ദൈവം ആര് എന്ന് ചോദിക്കുന്ന, ദൈവത്തിന് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പ്രിയമുള്ളവരെ, നാം തിരിച്ചറിയണം, ഇന്ന് നാം ജീവനോടുകൂടെ ഇരിക്കുന്നത്, ഇന്ന് നാം ഇങ്ങനെ നിൽക്കുന്നത്, നാം പ്രവർത്തിക്കുന്നത് സകലതും സർവശക്തനായ ദൈവത്തിന്റെ, സൃഷ്ടിതാവായ ദൈവത്തിന്റെ കരുതലാണ് എന്ന് നാം മറന്നു പോകരുത്. ഇത് മനസ്സിലാക്കാതെയാണ് മനുഷ്യൻ കൊന്നും കൊല വിളിച്ചും ജീവിതത്തിൽ ആരെയും വകവയ്ക്കാതെ കടന്നു പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് പ്രായഭേദമന്യേ സകല മനുഷ്യരും നോക്കൂ, തന്നിഷ്ടക്കാരായി ജീവിക്കുന്ന ഒരു കാലഘട്ടം. തലമുറകൾ പോലും ആണെന്ന് പെണ്ണെന്ന വ്യത്യാസമില്ലാതെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളായി ജീവിതത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ടതുപോലെ സ്വാതന്ത്ര്യത്തോടുകൂടെ അടിച്ചുപൊളിച്ച് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അവർ ആർക്കും വകവയ്ക്കുന്നില്ല, അവർ ആരെയും കൂസുന്നില്ല, ശങ്ക എന്ന് പറയുന്നതില്ല. എന്നാൽ ഒരു 10-15 വർഷത്തേക്ക് പിന്നോട്ട് നാമെന്ന് ചിന്തിച്ചാൽ ആ കാലഘട്ടത്തിലും
മനുഷ്യരുണ്ടായിരുന്നു, തലമുറകളുണ്ടായിരുന്നു, ബന്ധങ്ങളുണ്ടായിരുന്നു, ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു, സ്നേഹിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു, ദൈവഭയമുണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് കാറ്റിൽ പറത്തിക്കൊണ്ട് വിവരസാങ്കേതിക വിദ്യയുടെ വളർച്ച, മനുഷ്യന്റെ അറിവ് വർദ്ധിച്ചപ്പോൾ, അവന്റെ ജീവിതത്തിന്റെ വ്യതിയാനങ്ങൾ വന്നപ്പോൾ സകലതും അവന്റെ കൈപ്പിടി എന്നുള്ള ചിന്ത അവനെ ഭരിക്കുന്നത് കൊണ്ട് അവൻ തന്നിഷ്ടക്കാരനായി കടന്നു പോവുകയാണ്. എന്നാൽ നാം പുറമേ നോക്കി കാണുമ്പോൾ ഇതൊക്കെ നമുക്ക് അതിനെതിരെ ചോദ്യം ചെയ്യപ്പെടുവാനും ഒക്കെ പലരും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അതിന് മുതിരുന്നവർ പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട്. നോക്കൂ, മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ മനുഷ്യൻ, വിശുദ്ധ വേദപുസ്തകം പറയുന്നത് എങ്ങനെയാണ്? ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, എന്നാൽ അവൻ അനേക സൂത്രപ്പണികളെ കണ്ടെത്തിയത്. മനുഷ്യന്റെ സൃഷ്ടി, ദൈവത്തിന്റെ സൃഷ്ടിയാണ് മനുഷ്യൻ. നോക്കൂ, ആകാശം ഉൽപ്പത്തി എന്ന് പറയുന്ന നമ്മൾ ഒരു പരിശോധിക്കുമ്പോൾ ആദ്യം മനുഷ്യനെ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കി എന്ന് അവിടെ പറയുന്നത് ഭൂമി പാഴായും ശൂന്യമായും വരുന്നു. ആ കാലഘട്ടത്തിൽ മനുഷ്യന്റെ വാസം ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല, ജീവജാലങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ സർവശക്തനാകുന്ന ദൈവം സകലത്തെയും സൃഷ്ടിപ്പാനിടയായി. എന്നാൽ സൃഷ്ടികളുടെ അവസാനമായി മനുഷ്യനെ ദൈവം ഉണ്ടാക്കുവാനിടയായി. അവനെ സൃഷ്ടിച്ചത് വേദപുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്: നിലത്തെ പൂഴിയിൽ നിന്നും അവൻ പൂഴിയെടുത്ത് മനുഷ്യനെ നിർമ്മിച്ചു, അവന്റെ പക്കൽ ജീവശ്വാസമൂതിയും. നോക്കൂ, അവനിൽ യാതൊരു കളങ്കവുമില്ലാതെ കപടവുമില്ലാതെ നേരായി ജീവിക്കത്തക്ക നിലകളിൽ അവനെ സൃഷ്ടിച്ചവന് ജീവൻ നൽകി, അവന് സകലതും നൽകി, അവനെ സ്വസ്ഥാനത്താക്കി. എന്നാൽ പിന്നത്തേതിൽ സൃഷ്ടിതാവിനെ മറക്കുന്ന അനുഭവം കാരണം അവൻ ജീവിച്ചു വരവെ സ്വസ്ഥമായി സമാധാനത്തോടുകൂടെ ജീവിച്ചു വരുമ്പോൾ അവന്റെ ജീവിതത്തെ തകിടം മറിക്കുന്ന, അവന്റെ ഭാവിയെ തകിടം മറിക്കുന്ന ഈ ലോകത്തിന്റെ ഇരുട്ടിന്റെ ശക്തി അവന്റെ കുടുംബ ജീവിതത്തെ താറുമാറാക്കി, അവനെ ദൈവത്തിൽ നിന്ന് അകറ്റി, അവന്റെ ഉള്ളിൽ പാപം നൽകി, ദൈവിക കൽപ്പനകളെ ലംഘിക്കുന്ന അനുഭവത്തിലേക്ക് മനുഷ്യൻ മാറി. വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു: എല്ലാവരും ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, ദൈവ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ ഒരു മനുഷ്യനിൽ തുടങ്ങിയ പാപം, ഒരു മനുഷ്യനിൽ ആരംഭിച്ച പാപം, അതിന്ന് സകല ജാതികളിലും ആ പാപം ഇന്നും നിലനിൽക്കുകയാണ്. അവനെ നയിക്കുന്നത്, അവനെ ചിന്തിപ്പിക്കുന്നത്, നോക്കൂ, ശരിയായ ദിശയിൽ ജീവിക്കണമെന്നും നന്നായി മുൻപോട്ട് പോകണമെന്നും ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. ആരും മോശമായി തീരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. പക്ഷേ അവൻ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യുവാൻ അവനെ തടുക്കുന്ന, അവൻ ആഗ്രഹിക്കുന്ന നല്ല ഭാവിയെ തടുക്കുന്ന, അവന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും വിളിച്ചു വരുത്തുന്ന ഒരു പാപം അവന്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് അവന് നേരായി സഞ്ചരിക്കുവാനും ശരിയായ ദിശയിൽ പ്രവർത്തിക്കുവാനും കഴിയാതെ പോകുന്നത്. ഏക മനുഷ്യരാൽ പാപവും പാപത്താൽ മരണവും ഈ ലോകത്തിൽ വന്നു. നോക്കൂ, മനുഷ്യൻ മരിക്കുന്നത് തന്നെ പാപത്തിന്റെ പരിണിത ഫലമാണ് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ ഈ മരണത്തിൽ നിന്ന് അവന് വിടുവിപ്പാൻ കഴിയുമോ? ഈ മരണത്തിൽ നിന്ന് അങ്ങനെ അവന് മുക്തി നേടുവാൻ കഴിയും? ഈ പാപത്തിൽ നിന്ന് അവൻ എങ്ങനെ വിടുതൽ പ്രാപിപ്പാൻ കഴിയും എന്നൊക്കെ മനുഷ്യൻ കാലാകാലങ്ങളിൽ അവൻ ആഗ്രഹിച്ചു. അവൻ ഈ പാപത്തിൽ നിന്ന് വിടുതലിന് വേണ്ടി അവൻ നിലവിളിച്ചു. അവന്റെ പാപത്തിന് ഒരു പരിഹാരം വരുത്തുവാൻ അവൻ തീർത്ഥയാത്രകൾ നടത്തി, പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചു, പണം ചിലവാക്കി. അവന്റെ ആയുസ്സിന്റെ 3/4 ഭാഗവും പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ, രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം അവൻ അഹോരാത്രം പരിശ്രമിച്ചു. പക്ഷേ അവൻ ഒരിക്കലും അവൻ ആഗ്രഹിച്ച മുക്തി ലഭിക്കുവാൻ കഴിയാതെ ഇന്നും മനുഷ്യൻ നെട്ടോട്ടമോടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ചെറിയവരെയും വലിയവരെയും ഒരുപോലെ ഈ പാപം അവന്റെ അകത്തളങ്ങളിൽ കുടികൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഇന്ന് ഈ കാലഘട്ടത്തിൽ, പണ്ടൊക്കെ നമുക്കറിയാം, ഒരു പ്രായമെത്തിയാൽ മാത്രമേ പലരുമൊക്കെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയുള്ളൂ. എന്നാൽ ഇന്ന് അങ്ങനെയാണോ? ഇതെല്ലാ പ്രായത്തിലുമുള്ള ആളുകൾ, കൊച്ചു കുഞ്ഞുങ്ങൾ പോലും മാരകമാകുന്ന രോഗങ്ങളാൽ, അതുപോലെ നോക്കൂ, മാനസികമാകുന്ന തകർച്ചകളാൽ ഇന്ന് കാണുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഏത് പ്രായക്കാരെയും ഒരുപോലെ ത്രസിക്കുന്ന ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു മാരക രോഗം ഏത് പ്രായക്കാരെയും നോക്കൂ, അത് കവർന്നുകൊണ്ട് പോവുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ പോലും അതിന്റെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത്, പാപത്താൽ
മരണം. അപ്പൊ ചോദിക്കും, കുഞ്ഞുങ്ങൾ എന്ത് പാപം ചെയ്തിട്ടാണ്? വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മാതാപിതാക്കൾ ചെയ്യുന്ന പാപം അത് തലമുറകളിൽ കണക്കിടുമെന്നാണ്. 4 തലമുറ വരെ മാതാപിതാക്കളുടെ പാപം, പിതാക്കന്മാരുടെ പാപം ദൈവം കണക്കിടുമെന്ന്. എന്നാൽ ആ പാപത്തിൽ നിന്ന് നീ വിടുതൽ പ്രാപിച്ച് മടങ്ങി വന്നാൽ 1000 തലമുറ ദയ കാണിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തെയാണ് ഇന്ന് നിങ്ങളോട് പ്രസ്താവിക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന ഈ പാപം അവനെ എന്ത് ചെയ്യുകയാണ്? അവനെ വലയ്ക്കുകയാണ്. അവനെ ശരിയായ ദിശയിലേക്ക് അവനെ സഞ്ചരിക്കുവാൻ കഴിയാതെ പോകുകയാണ്. ഈ പാപം അവനെ കൊണ്ട് വിധ്വംസക പ്രവർത്തനങ്ങൾ ചെയ്യിക്കുകയാണ്. ഈ പാപം അവനെ മദ്യപാനത്തിന്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുകയാണ്. ഈ പാപം അവനെ കടമകൾ, കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിൽ നിന്ന് അവനെ അകറ്റിക്കൊണ്ടുപോവുകയാണ്. ഈ പാപം അവനെ മയക്കുമരുന്നിന്റെ അടിമയാക്കി മാറ്റുകയാണ്. ഈ പാപം അവനെ മാതാപിതാക്കളെ അനുസരിക്കുവാൻ കഴിയാത്ത അനുഭവത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ അവന് കഴിയുന്നില്ല. സമൂഹത്തിൽ ചുറ്റുപാടുകൾ അവന്റെ ഏൽക്കാരനെ സ്നേഹിക്കുവാൻ അവന് കഴിയുന്നില്ല. ബന്ധങ്ങൾ, കടമകൾ, കർത്തവ്യങ്ങൾ നിറവേറ്റുവാൻ അവന് കഴിയുന്നില്ല. കാരണം ഈ പാപം അവന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന നിമിത്തം അവൻ സുബോധം നഷ്ടപ്പെട്ടവനായി, അവൻ തന്നെത്താൻ മുറിവേൽപ്പിക്കുന്നവനായി, മറ്റൊരുവേൽപ്പിക്കുന്നവനായി അവൻ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഈ പാപത്തിൽ നിന്നാണ് മനുഷ്യരെ രക്ഷിക്കേണ്ടതിന്, അവനെ വീണ്ടെടുക്കേണ്ടതിന് 2024 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യന്റെ നിലവിളിയുടെ ഫലമായി മനുഷ്യരെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി, അവനെ രക്ഷിക്കേണ്ടതിന് വേണ്ടി സർവശക്തനായ ദൈവത്തിന്റെ മനോമുഖരത്തിൽ ഉടലെടുത്ത പദ്ധതിയാണ് നസ്രയനാകുന്ന യേശു ക്രിസ്തു എന്നുള്ള കാര്യം ഞങ്ങൾ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. നോക്കൂ, മനുഷ്യന്റെ പാപത്തിൽ നിന്ന് അവനെ വീണ്ടെടുത്ത് അവനെ ശരിയായ ദിശയിൽ സഞ്ചരിക്കുവാൻ പഠിപ്പിക്കുന്ന ഒരേ ഒരു മാർഗം, അതാണ് സത്യ സുവിശേഷം. ഇതൊരിക്കലും ഒരു മതത്തിന്റെ കണ്ടുപിടുത്തമല്ല. ഇതൊരു മതത്തിന്റെ ചട്ടക്കൂടിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒന്നല്ല. മത നേതാക്കന്മാരുടെ ദൃഷ്ടിയിൽ ഉണ്ടായ ഒന്നല്ല ഇത്. പിന്നെയോ സകല മനുഷ്യരെയും ഉളവാക്കിയ, ഈ കാണുന്ന സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച, ഇന്ന് കാണുന്ന സകല മാനവരാശിയെയും സൃഷ്ടിച്ച സർവശക്തനാകുന്ന ദൈവത്തിന്റെ മനോമുഖരത്തിൽ ഉടലെടുത്ത പദ്ധതിയാണ് മനുഷ്യരെ രക്ഷിക്കുക എന്നുള്ളത്. എങ്ങനെ രക്ഷിക്കും? അവനെ രക്ഷിക്കേണ്ടത്, നോക്കൂ, രക്തം ചിന്തിയിട്ടല്ലാതെ വിമോചനമില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുക. എന്നാൽ പണ്ടുകാലങ്ങളിൽ മനുഷ്യൻ അവന്റെ പാപത്തിന് പരിഹാരം ഉണ്ടാകേണ്ടതിന് കന്നുകാലികളെ, ആടുമാടുകളെ, പക്ഷികളെയൊക്കെയും കൊന്ന അവന്റെ രക്തം യാഗമായി അർപ്പിച്ച് അവൻ നിലവിളിച്ച് തന്നെത്താൻ മുറിവേൽപ്പിച്ച് നരബലി നടത്തിയൊക്കെയും മനുഷ്യൻ അവന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ശ്രമിച്ചു. എന്നാൽ ഒരിക്കലും അതിന് പരിഹാരം വന്നില്ല എന്ന് മാത്രമല്ല, അതവനെ പരാജയത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുകയും ഇടയായി തീർന്നു. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഏക മനുഷ്യനാൽ പാപം, ഒടുക്കത്തെ ആദ്യാദമായിരിക്കുന്ന ആ മനുഷ്യൻ മൂലം പാപം ലോകത്തിൽ വന്നു. ആ പാപം മൂലം മനുഷ്യൻ മരണത്തിന് അധീനനായി. എന്നാൽ പിന്നെയും പറയുന്നു, ആ മനുഷ്യനാൽ വന്ന പാപത്തെ പരിഹരിക്കേണ്ടതിന് വേറൊരു മനുഷ്യൻ, പുതിയ ആദാം, ഒടുക്കത്തെ ആദാമായി കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. പ്രിയമുള്ളവരെ, ഇതൊരു കെട്ടുകഥയല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു കിഴമിക്കഥയല്ല. ചരിത്രത്തെ പോലും 2 കീറി മുറിച്ചുകൊണ്ട്, ചരിത്രത്തെ പോലും 2 വിഭാഗിച്ചുകൊണ്ട് 2024 വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിന്റെ ഒറ്റനടുക്ക് കർത്താവായ യേശു ക്രിസ്തു ഭൂജാതനായി എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. പക്ഷേ വചനം ഇങ്ങനെ പറയുന്നവർ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. എന്നാൽ അവന്റെ നാമത്തിൽ വിശ്വസിച്ച്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവനിൽ വിശ്വസിക്കുന്ന ഏവന്റെ ഈ പാപം അവൻ നിഷ്പ്രയാസം അവനെ പാപരഹിതത്തിൽ നിന്ന് വിടുവിപ്പാൻ, പാപമുക്തിയാക്കി അവനെ കഴുകി ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചങ്കിലെ ചോരയാൽ അവനെ വീണ്ടെടുക്കുവാൻ ഇടയായി. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു മതപ്രസംഗമല്ല, ഒരു മതത്തിന്റെ ചട്ടക്കൂടിൽ നിന്ന് ഉരുവായി വന്നതല്ല. സകല മനുഷ്യർ രക്ഷയേകുന്ന ആ സത്യസുവിശേഷം, അതാണ് ഞങ്ങൾ ഈ വൈകിവേളയിൽ നിങ്ങളോട് പ്രസ്താവിക്കുന്നത്. എന്തുകൊണ്ട് ഇത് പ്രസ്താവിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ഇന്നും പാപത്തിന്റെ അധീനതയിൽ അകപ്പെട്ട് കിടക്കുന്ന മനുഷ്യരാശിയെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് അതിന്റെ സത്യം. നോക്കൂ, തലമുറകൾ വഴിതെറ്റിപ്പോകുന്നു. തലമുറകൾ അവർ ആഗ്രഹിച്ച ബന്ധാവിലെത്തുവാൻ അവർക്ക് കഴിയുന്നില്ല. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ അടിമത്തത്തിൽ അവർ ആയിപ്പോകുന്നു. അവരെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അവരെ പുറത്തു കൊണ്ടുവരേണ്ടത് നമ്മുടെ കടമയാണ്. അവരുടെ അവസ്ഥകളിൽ നിന്ന് മനം തകർന്നു പോയി എത്രയോ കുഞ്ഞുങ്ങൾ, നിങ്ങൾ ഒന്ന് നോക്കണം, ഇന്ന് കേരളത്തിന്റെ ജയിലറകൾക്കുള്ളിൽ നിന്ന് പരിശോധിച്ചാൽ പ്രായം 18-നും 20-നും ഇടയിൽ പ്രായമുള്ള എത്രയോ സഹോദരന്മാർ ജയിലറയ്ക്കുള്ളിൽ കിടക്കുകയാണ്. മാനസികാരോഗ്യ കേന്ദ്രം നാം പരിശോധിച്ചാൽ നമുക്കറിയാം, എത്രയോ സഹോദരങ്ങൾ അവിടെ മനസ്സിന്റെ താളം തെറ്റി മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമത്തത്തിൽ മനസ്സിന്റെ താളം തെറ്റിയ എത്രയോ പ്രിയപ്പെട്ടവർ ഇന്നും അവൻ മനോരോഗാശുപത്രികളിൽ അഡ്മിറ്റാണ്. നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും.
ഇവരെ ഓർത്ത് നമുക്ക് എന്തുമാത്രം ബാധ്യതയുണ്ട്. അവർ ഇങ്ങനെ നശിച്ചു പോകുന്നത് നമ്മുടെയും ജീവിതത്തിൽ ഒരു കാലത്ത് നമ്മൾ ഇതൊക്കെ അനുഭവിച്ചവരാണ്. അതുകൊണ്ടാണ് ഇത് ഇത്രയും സ്പഷ്ടമായും പരസ്യമായും വിളിച്ചു പറയുവാനിടയായി കൂടുന്നത്. ഇങ്ങനെ നശിച്ചു പോകുവാനുള്ളതല്ല നമ്മുടെ തലമുറ. ഇങ്ങനെ ഭ്രാന്താശുപത്രികളിൽ കൊണ്ട് കളയുവാനുള്ളതല്ല നമ്മുടെ തലമുറ. ജയിലുകൾ നിറയ്ക്കുവാനുള്ളതല്ല നമ്മുടെ തലമുറ. പ്രിയമുള്ളവരെ, അവരെയും രക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഇത് നമ്മുടെ കർത്തവ്യമാണെന്ന് ഓരോ വ്യക്തികളും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ തിന്മയ്ക്കെതിരെ, ഈ സാമൂഹിക തിന്മയ്ക്കെതിരെ, വിപത്തിനെതിരെ നമുക്ക് പോരാടുവാൻ കഴിയണം. നമ്മുടെ തലമുറകൾ, അത് നമ്മുടെ അവകാശമാണ്, അത് നമ്മുടെ സമ്പത്താണ്. അവരെ രക്ഷിക്കേണ്ടത്, അവരെ പുറത്തു കൊണ്ടുവരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതുകൊണ്ടാണ് അവരെ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു സംഹിതകൾക്കും മറ്റൊരു പ്രത്യയശാസ്ത്രങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ തലമുറയെ രക്ഷിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ ഒരൊറ്റ വ്യക്തി പോലും നശിച്ചു പോകരുത് എന്നുള്ള ചിന്തയോടുകൂടെ മനുഷ്യനെ വിടുവിപ്പാൻ കഴിയുന്ന, അവരെ രക്ഷിപ്പാൻ കഴിയുന്ന, അവരെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന, അവന്റെ മനസ്സിന്റെ താളം തെറ്റിയ അവസ്ഥയിൽ നിന്ന് അവനെ മടക്കി കൊണ്ടുവരുവാൻ കഴിയുന്ന സത്യസുവിശേഷത്തെ ഇന്ന് ഈ വൈകിയ വേളയിൽ ഈ ദേശത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ പ്രസ്താവിക്കുന്നത്. നിങ്ങളത് ഏറ്റെടുക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് വിടുതല. നോക്കൂ, ഇത് നിർബന്ധത്താൽ അരുത് എന്നാണ്. ആരെയും നിർബന്ധിച്ചെന്നല്ലേ ഇത്. ഏറ്റെടുക്കുന്നവർക്ക് സ്വയം ഇത് എനിക്ക് ആവശ്യമുണ്ട്, ഈ മാർഗം എനിക്ക് ആവശ്യമുണ്ട്, ഈ സുവിശേഷം എനിക്ക് ആവശ്യമുണ്ട്, ഇതെന്നെ രൂപാന്തരപ്പെടുത്തുമെന്ന് ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും ഇതിനെ ഇഷ്ടം 1 രൂപ പോലും മുതൽ മുടക്കില്ലാതെ കൈക്കൊള്ളുവാനിടയായി തീരും. എങ്ങനെയായി രക്ഷ നമുക്ക് പ്രാപിപ്പാൻ കഴിയും? എങ്ങനെ ഈ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നുവിടുവാൻ കഴിയും? ഞാൻ പറഞ്ഞല്ലോ, 2024 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യന്റെ നിലവിളിയുടെ ഫലമായി സർവശക്തനാകുന്ന ദൈവം തന്റെ ഏകജാതനായിരിക്കുന്ന പുത്രനെ നോക്കൂ പരമയാഗമായി തീരേണ്ടതിന്, മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തേണ്ടതിന് ഈ ലോകത്തിലേക്ക് ഇറങ്ങി എന്നുള്ളത് യാഥാർത്ഥ്യം. അവരെ 30 വയസ്സ് വരെ അവരവരുടെ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. എന്നാൽ 3.5 വർഷം സമൂഹത്തിൽ തന്റെ ദൗത്യമെന്ത് എന്ന് കാത്തുകൊണ്ട് യേശു തന്റെ ജൈത്രയാത്ര ആരംഭിച്ചു. മനം തകർന്നവരെയും രോഗികളെയും അവൻ വീണ്ടെടുക്കുവാനിടയായി. മരിച്ച 4 ദിവസം കല്ലറയ്ക്കുന്നവനെ ജീവനോടുകൂടെ പുറത്തു കൊണ്ടുവന്നവന്റെ സഹോദരങ്ങളെ ഏൽപ്പിച്ചു. 18 വർഷം കൂനിയായി പാർത്തൊരു സഹോദരി. നോക്കൂ, ആ സഹോദരി അടുക്കലേക്ക് എത്രത്തോളം ഞാൻ ഇങ്ങനെ സഹിക്കും, അങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടിരുന്ന ആ പ്രിയ സഹോദരിയുടെ അടുക്കലേക്ക് ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം ഇറങ്ങി. 18 വർഷം കൂനിയായിരുന്നവളെ അവൻ സൗഖ്യമാക്കി. 38 പക്ഷപാത രോഗത്താൽ ബെഥെസ്ദ എന്ന് പറയുന്ന കുളത്തിന്റെ കരയിൽ വിടുതലാഗ്രഹിച്ചു കിടന്ന ഒരു സഹോദരൻ. നോക്കൂ, 38 വർഷം, നീണ്ട 38 വർഷം അവനെ സഹായിപ്പാൻ ആരുമുണ്ടായിരുന്നില്ല. അന്നത്തെ തത്വസംഹിതകൾ അവനെ സഹായിച്ചില്ല. അന്നത്തെ മതപണ്ഡിതന്മാർ ഉണ്ടായിരുന്നിട്ടും അവനെ രക്ഷിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. മത നേതാക്കന്മാർക്ക് കഴിഞ്ഞില്ല. പ്രത്യയശാസ്ത്രങ്ങൾക്ക് ഇസങ്ങൾക്ക് കഴിഞ്ഞില്ല. പക്ഷേ നോക്കൂ, അവന്റെ അവസ്ഥ കണ്ട്, അവന്റെ കണ്ണുനീര് കണ്ട് അവനെ രക്ഷിക്കേണ്ടതിന് നസ്രയനാകുന്ന യേശു അവന്റെ അടുക്കലോളം ഇറങ്ങി വന്നു. യേശു ചോദിച്ച ഒരേ ഒരു ചോദ്യം ഇതാണ്: നിനക്ക് മതം മാറാൻ മനസ്സുണ്ടോ എന്നല്ല, നിനക്ക് പണം ചിലവാക്കുവാൻ മനസ്സുണ്ടോ എന്നല്ല യേശുവിനോട് ചോദിച്ചത്. യേശുവിനോട് ചോദിച്ച ചോദ്യം ഇത് മാത്രമാണ്: നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? നോക്കൂ, അവനവന്റെ പരാധീനതകൾ പറയുകയാണ്, അവന്റെ പരിവേദനം പറയുകയാണ്. എന്നാൽ യേശു അതൊന്നും ചെവിക്കൊണ്ടില്ല. നോക്കൂ, അവരോട് ചോദിച്ച ഒരു ചോദ്യം: നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? അവസാനം അവന്റെ മൗനസമ്മതം, മൗനാനുവാദത്തോടുകൂടെ യേശുവിനോട് പറഞ്ഞു: നിന്റെ കിടക്കയെടുത്ത് കിടക്കാം. 38 വർഷം പക്ഷപാത രോഗിയായി ആരുടെ പരസഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കുവാൻ കഴിയാതിരുന്നവനെ ഒരൊറ്റ സെക്കൻഡിൽ കൊണ്ട് യേശു അവന്റെ അടുക്കലോളം ഇറങ്ങി വന്നു അവനെ സൗഖ്യമാക്കുവാനിടയായി. ഞാൻ പറഞ്ഞല്ലോ, ഇത് കെട്ടുകഥയല്ല. വിശ്വസിക്കുന്ന ഏത് മനുഷ്യനും നിത്യജീവൻ പകർന്നു കൊടുക്കുവാൻ, വിശ്വസിക്കുന്ന ഏത് മനുഷ്യനെയും രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ, അവനെ ജീവിപ്പിക്കുന്നവനെ രക്ഷിക്കുന്ന സത്യസുവിശേഷം, ഈ മാർഗത്തെയാണ് ഞങ്ങൾ ഇന്ന് പകൽ നിങ്ങളോട് പ്രസ്താവിക്കുന്നത്. പ്രിയമുള്ളവരെ, 33 തിരുവയസ്സിൽ നോക്കൂ, അവസാനം തന്റെ അരുമ ശിഷ്യൻ യൂദ എന്ന് പറയുന്ന ഒരു മനുഷ്യനാൽ അവൻ വഞ്ചിക്കപ്പെടുകയാണ്. അത് ദൈവത്തിന്റെ നിയോഗമാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ്. പൊന്തിയോസ് പീലാത്തോസിന്റെ കാലഘട്ടം, റോമാ സാമ്രാജ്യത്തിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന പൊന്തിയോസ് പീലാത്തോസിന്റെ കാലഘട്ടം നോക്കൂ, അവന്റെ 33 തിരുവയസ്സിൽ അവന്റെ യൗവന രക്തം മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി 2 കള്ളന്മാരുടെ നടുവിൽ ആ കർത്താവായ യേശു ക്രിസ്തു അവൻ ക്രൂശിക്കപ്പെടുകയാണ്. അവനെ ഗെത്സമന എന്ന് പറയുന്ന തോട്ടത്തിൽ വെച്ച് അവർ അവനെ പിടിച്ചുകെട്ടി. മതപണ്ഡിതന്മാരും മതപുരോഹിതന്മാരും ശാസ്ത്രിമാരും വൈദികന്മാരും ഒരുമിച്ച് കൂടി
കൂടി അവനെ ഒരു കുറ്റവാളി എന്ന പോലെ പിടിച്ചുകെട്ടി പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. കന്നാവിന്റെയും കയ്യഫാവിന്റെയും മുന്നിൽ അവനെ കൊണ്ടുവന്നു. മതപുരോഹിതന്മാരുടെ അടുക്കൽ അവനെ കൊണ്ടുവന്നു. അവർ അവനെ മാറി മാറി വിസ്തരിച്ചു. എന്നിട്ടും അവനിൽ ഒരു കുറ്റവും അവർക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അവൻ മാനവരാശിയുടെ പാപത്തെ പരിഹാരം വരുത്തേണ്ടതിന് പാപമില്ലാത്തവൻ, നിർദോഷിയായവൻ, നിർമ്മലൻ, നീതീകരിക്കപ്പെട്ടവൻ, അവന്റെ രക്തം ഒഴുക്കിയേ മതിയാകൂ. രക്തം ചിന്തിയിട്ടല്ലാതെ വിമോചനമില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുക. ആര് തയ്യാറാകും? പിതാവായ ദൈവം തന്റെ ഏകജാതനായിരിക്കുന്ന പുത്രനെ ആമേൻ അവൻ ഈ ലോകത്തെ സ്നേഹിക്കൊണ്ട്, ലോകജാതിയെ സ്നേഹിക്കൊണ്ട്, സമൂഹത്തെ സ്നേഹിക്കൊണ്ട്, തന്റെ കൈയാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ സ്നേഹിക്കൊണ്ട് അവൻ തന്റെ ഏകജാതനായിരിക്കുന്ന പുത്രനെ എനിക്കും നിങ്ങൾക്കും വേണ്ടി നൽകി. അതാണ് 33 തിരുവയസ്സിൽ നോക്കൂ, അവനെ ഗതസമന തോട്ടമെന്നൽ അവനെ അവിടെ വെച്ച് പിടിച്ചു. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അവന്റെ രക്തം വിയർപ്പ് തുള്ളികളൊക്കെ രോമകൂപങ്ങളിൽ നിന്ന് ധാരധാരയായി ഒഴുകുവാനിടയായി. അവനെ പിടിച്ചുകെട്ടി അവർ അവനെ പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുവന്നു. പീലാത്തോസ് അവനെ വിസ്തരിച്ചു. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ, ആ നീതിമാനായവനെ 5 കോടതികളിൽ 6 പ്രാവശ്യം വിസ്തരിച്ചിട്ടും ആർക്കും അവനിൽ ഒരു കുറ്റവും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, ഇതൊരു കെട്ടുകഥയല്ല. നോക്കൂ, മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി രക്തം പാപമില്ലാത്ത ഒരുവന്റെ രക്തം ചിന്തേണ്ടതിനു വേണ്ടി സർവശക്തനാകുന്ന ദൈവം തന്റെ ഏകജാതനായിരിക്കുന്ന പുത്രനെ ചില നേരത്തേക്ക് കൈവിട്ടു, ചില നിമിഷത്തേക്ക് അവനെ കൈവിട്ടു. അവൻ അവസാനം നോക്കൂ, അവനൊരു കുറ്റവാളിയെ പോലെ അവൻ ധരിച്ചിരുന്നവന്റെ വസ്ത്രം മാറ്റി, അവനെ അർത്ഥനഗ്നനാക്കി, അവനെ അർത്ഥപ്രാണനാക്കി. അവർ അവനെ പീലാത്തോസിന്റെ കൽമണ്ഡപത്തിൽ കൊണ്ടുവന്ന് അവന്റെ ഇരുകൈകളും പുറകിൽ കെട്ടി. ആമേൻ. നോക്കൂ, റോമ സാമ്രാജ്യത്തിന്റെ കിങ്കരന്മാർ ചട്ടവാറുകൾ കൊണ്ട് അവന്റെ മുതുകവർ അടിച്ചു കീറി. വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെയാണ് പറയുന്നത്, അവർ അവന്റെ മുതുകുഴവുചാല് പോലെ അടിച്ചു കീറി. നോക്കൂ, അവനെ ഇത്രമാത്രം അവർ പീഡിപ്പിച്ചിട്ടും അവന്റെ മുതുകവർ ഉഴവുചാല് പോലെ അടിച്ചു കീറിയിട്ടും അവൻ ഓർത്തത് എന്നെയും നിങ്ങളെയുമാ. നോക്കൂ, അവൻ അവിടെ സദയം സകലതും ക്ഷമിപ്പാനിടയായി. ഒരക്ഷരമുരിയാടാതെ അവർ അവന്റെ പാപത്തെ കുറിച്ച് ചോദിച്ചു, അവന്റെ കുറ്റസംഗതികളെ ചോദിച്ചു. അവൻ ഒരക്ഷരം മറുത്ത് സംസാരിക്കാതെ അവൻ ഒരു കുഞ്ഞാടിനെ പോലെ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി. വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെയാ പറയുന്നത്, അവന്റെ താഴ്ചയിൽ അവന്റെ ശത്രുക്കൾക്ക് പോലും ഉത്തരം മുട്ടിപ്പോയി. അവന്റെ താഴ്ചയിൽ അവന്റെ ശത്രുക്കൾക്ക് പോലും ഉത്തരം മുട്ടിപ്പോയി. പ്രിയമുള്ളവരെ, അവർ അവനെ അവസാനം നോക്കൂ, അവിടെ നിന്ന് 80 കിലോയോളം ഭാരമുള്ള, വേദപണ്ഡിതന്മാർ അവകാശപ്പെടുന്നത് ഇങ്ങനെയാണ്, 80 കിലോയോളം ഭാരം വരുന്ന ഒരു പച്ച പൈൻമര കുരിശുണ്ടാക്കി അവർ അവന്റെ തകർന്ന ശരീരത്തിൽ വെച്ച് കൊടുക്കുവാനിടയായി. അവനെ അർത്ഥനഗ്നനാക്കി യെരൂശലേമിന്റെ തെരുവീതികളിലൂടെ അവർ ഒരു വെട്ടനായ പോലെ അടിച്ചു കൊണ്ടുപോവുകയാണ്. നോക്കൂ, തകർന്ന ശരീരത്തിൽ പിന്നെ അവർ ആഞ്ഞടിക്കുക. കുതിരയുടെയും ഒട്ടകത്തിന്റെയും ഒക്കെ തോലുകൊണ്ടുണ്ടാക്കിയ ചാട്ടവാർ, അതിന്റെ അറ്റത്ത് മുൾക്കൊളുത്തുകളും എല്ലിൻ കഷണങ്ങളും ഇരുമ്പ് കൊളുത്തുകളും ഒക്കെ കൂട്ടിച്ചേർത്ത് അതിനെ പിണഞ്ഞുണ്ടാക്കി നോക്കൂ, റോമ സാമ്രാജ്യത്തിന്റെ ബലിഷ്ഠമായ കരങ്ങൾ കൊണ്ട് അവർ അവനെ ആഞ്ഞടിക്കുകയാണ്. പ്രകൃതി പോലും നിശ്ചലമായി പോയ സമയം, പ്രകൃതി പോലും നിശ്ചലമായി തീർന്ന സമയം അവർ അവനെ ആഞ്ഞടിക്കുമ്പോഴും അവൻ വേച്ചും വിറച്ചും വീണുവീഴുന്നേറ്റും അവൻ കടന്നു പോവുകയാണ്. അവൻ കണ്ണിൽ നോക്കൂ തിളക്കം, അവന്റെ കണ്ണിൽ കണ്ണുനീരിന്റെ നിലവിളിയുടെ ശബ്ദമല്ല, അവന്റെ കണ്ണിൽ കണ്ണുനീരില്ല, പകരം അവന്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്നത് രക്തമാണ് ധാരധാരയായി. കാരണം ആർക്കു വേണ്ടി? മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി. അവർ അവനെ വിട്ടില്ല, അവർ അവനെ കൊണ്ടുപോവുകയാണ്. അവർ അവനെ കൊണ്ടുപോയി ഗോൽഗോഥ എന്ന് പറയുന്ന ഒരു മലമുകളിൽ അവനെ കൊണ്ടുചെന്നെത്തിച്ചു. നോക്കൂ, ആ അർത്ഥപ്രാണനായ ഒഴിവുചാൽ പോലെ അടിച്ചു കീറപ്പെട്ട ശരീരത്തോടുകൂടെ അവർ അവനെ കൊണ്ടുചെന്നു. ആ പച്ചപ്പൈൻമര കുരിശിൽ അവർ അവനെ നിർദ്ദയം ആണിയടിച്ചു അവനെ ഇടുവാനിടയായി. രണ്ടന്മാരുടെ നടുവിൽ ആ യേശു എനിക്കും നിങ്ങൾക്കും വേണ്ടി ലോകത്തിന്റെ മധ്യമധ്യത്തിൽ പരമയാഗമായി തീർന്നു. പ്രിയമുള്ളവരെ, ആർക്കു വേണ്ടി? എനിക്ക് നിങ്ങൾക്കും വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമുക്ക് രക്ഷയൊരുക്കുക, നമ്മുടെ പാപത്തിന് പരിഹാരമായി അവർ അവനെ അവിടെ ക്രൂശിപ്പാനിടയായി. എന്നിട്ടും അവർ അവനെ വിട്ടില്ല. അവന്റെ വിലാപ്പുറത്തവർ കുന്തം കൊണ്ട് കുത്തി രക്തവും വെള്ളവുമായി പുറപ്പെട്ടു. വിശുദ്ധ വേദപണ്ഡിതനായിരിക്കുന്ന ജോസഫസ് ഇങ്ങനെ പറയുന്നു, അവന്റെ വിലാപ്പുറത്തവൻ കുന്തം കൊണ്ട് കുത്തുമ്പോ നോക്കൂ, അവനെ കുത്തിയത് ഒരൊറ്റക്കണ്ണനായ ഒരു പടയാളിയായിരുന്നു. ഒരൊറ്റക്കണ്ണനായ ഒരു പടയാളി. അവർ അവനെ ക്രൂശിക്കുമ്പോഴും അവർ പറഞ്ഞ ഒരേ ഒരു കാര്യം ഇതാണ്, കർത്താവേ, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്ത് എന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇവർ ചെയ്യുന്നത് എന്ത് എന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് അവൻ അഗാധമായി പ്രാർത്ഥിക്കുകയായിരുന്നു. നോക്കൂ, അവന്റെ കണ്ണിൽ, അവന്റെ ശരീരത്തിൽ പുറത്തു വന്ന ഒരു തുള്ളി രക്തം അവന്റെ ആ കണ്ണിൽ വീണപ്പോൾ അവന്റെ കേടായ അടഞ്ഞിരുന്ന് അവന്റെ കണ്ണ് തുറന്നു. അവന്റെ മരണത്തിലും അവൻ വിടുതൽ കൽപ്പിക്കുന്ന ദൈവം, മരണത്തിലും അവൻ സൗഖ്യമാക്കുന്ന ദൈവം. അവൻ ആരെയും
പകയോടെയല്ല, വിദ്വേഷത്തോടുകൂടെയല്ല. അവർ അവന്റെ മുതുകത്താഞ്ഞടിക്കുമ്പോഴും, അവർ അവന്റെ വിലാപ്പുറത്ത് കുന്തകൊണ്ട് കൊട്ടുമ്പോഴും, അവന്റെ തലയിൽ അവർ മുൾക്കിരീടം മുടഞ്ഞ് കോലുകൊണ്ടാഞ്ഞടിക്കുമ്പോഴും, അവന്റെ മുഖത്ത് അവർ തുപ്പുമ്പോഴും, കന്നത്താഞ്ഞടിക്കുമ്പോഴും, അവന്റെ രോമങ്ങളൊന്നൊന്നായി പിഴുതെടുക്കുമ്പോഴും, അവൻ ആർദ്രതയോടുകൂടെ സ്നേഹത്തോടുകൂടെ സകലതും ക്ഷമിപ്പാനിടയായി. എന്തിനു വേണ്ടി എന്ന് വെച്ചാൽ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി. ഇതാണ് സുവിശേഷം. ഈ തകർച്ചയാണ് സുവിശേഷം. എങ്കിലും നോക്കൂ, ഇവിടെ വേദപുസ്തകം പറയുന്നു, മരണത്തിന് അവനെ കീഴടക്കുവാൻ കഴിഞ്ഞില്ല. റോമാ സാമ്രാജ്യത്തിന്റെ ഇംപീരിയൽ മുദ്രകൾക്ക് അവനെ കീഴടക്കുവാൻ കഴിഞ്ഞില്ല. മൂന്നാം നാൾ മരണത്തെ ജയിച്ചുകൊണ്ട്, മരണമേ നിന്റെ ജയം അവിടെ, മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. ഇന്നും ജീവിക്കുന്ന ദൈവം ആ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് ഇന്ന് പോലെ പരസ്യമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നത്. ആ കർത്താവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ആ കർത്താവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ഈ രക്ഷയെടുക്കുവാൻ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ, കേവലം 1 രൂപ പോലും നിങ്ങൾ മുതൽ മുടക്കില്ലാതെ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തിരുന്നുകൊണ്ട്, യേശുവേ നീ ജീവിക്കുന്ന ദൈവമാണെങ്കിൽ, നീ വിടുവിക്കുന്ന ദൈവമാണെങ്കിൽ, സൗഖ്യമാക്കുന്ന ദൈവമാണെങ്കിൽ, ഇന്ന് പോലെ എന്റെ അടുക്കലോളം ഇറങ്ങി വരികയാണ്. നമുക്ക് ഉപാധികളില്ലാതെ, പരിമിതികളില്ലാതെ നമ്മുടെ അടുക്കലോളം ഇറങ്ങി വരുവാൻ കഴിയുന്ന ഒരു ദൈവം. ആ ദൈവത്തെ നിങ്ങളോട് പ്രസ്താവിക്കുന്നത്. അവൻ നിന്റെ ജീവിതത്തിന്റെ മാറ്റങ്ങൾ ഉണ്ടാക്കും. നിന്റെ തലമുറയെ അവൻ അനുഗ്രഹിക്കും. നിന്റെ ഭാവി യശോഭനമാക്കും. നീ ആഗ്രഹിക്കുന്ന ഏത് വിഷയത്തിനും വ്യക്തമായ ഒരു മറുപടി തരും. പ്രിയമുള്ളവരെ, ആകയാൽ ആ ദൈവത്തിന്റെ മുൻപാകെ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. വരുവേ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവേ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. നിന്റെയും ജീവ പുസ്തകത്തിൽ ഉണ്മയാനിന്ന് എഴുതിയിടുമേ. നിന്റെയും ജീവ പുസ്തകത്തിൽ ഉണ്മയാനിന്ന് എഴുതിയിടുമേ. വരുവേ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. പ്രിയ സുഹൃത്തേ, പ്രിയ സ്നേഹിത, അരുമയോടുകൂടെ, സ്നേഹത്തോടുകൂടെ, ആർദ്രതയോടുകൂടെ യേശു നമ്മെ അവന്റെ അടുക്കലേക്ക് മാടി വിളിക്കുകയാണ്. നിന്നെ രക്ഷിപ്പാൻ, നിന്നെ സഹായിക്കാൻ ഈ ലോകത്തിൽ ആരുമില്ലാതിരിക്കുമ്പോൾ, നോക്കു, പലരും കണ്ടിട്ടും കാണാത്തവരെ പോലെ കടന്നു പോകും. വാർദ്ധക്യത്തിലും നീ ഫലം കായ്ക്കുമെന്നരളിച്ച നമ്മോട് കൂടെയുണ്ട്. ആ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ദൈവം നമ്മെ സഹായിക്കും. ആ ദൈവം നമ്മെ രക്ഷിക്കും. നിത്യന്യായവിധിയിൽ നമ്മെ വീണ്ടെടുക്കും. മരണാനന്തരമായ ഒരു ജീവിതം നമുക്കുണ്ട്. മരണത്തിനപ്പുറമായ ഒരു ജീവിതത്തിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തും. ഈ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ കൂരാമം കുറിക്കുന്നു. ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് ദൈവത്തിന്റെ ദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.